വരെ എത്തിക്കോളൂ. അന്ന് മിസ് അടിച്ചു തരുമ്പോ അത് മുഴുവനായിട്ടില്ല. അന്ന് എന്തോ കംപ്ലൈന്റ് ആയിട്ട് നമ്മൾ നിർത്തി വെച്ചു. പിന്നീട് അതിന്റെ വീഡിയോ ആണ് ഞാൻ അയച്ചത്. വീഡിയോ ഫാസ്റ്റ് ആയി പോയിട്ടുണ്ടായിരുന്നു എന്നാണ് പിന്നെ പറഞ്ഞത് അല്ലേ? ഒരു മഞ്ഞ ആ വീഡിയോ ഫാസ്റ്റ് ആയതുകൊണ്ട് തന്നെ ക്ലിയർ ആവുന്നില്ല എന്നുള്ളതായിരുന്നു. അല്ലാത്ത പക്ഷെ അതിന് ചെറിയൊരു പീസ് കഴുത്തിന് നമ്മള് മോഡൽ കൊടുക്കുമല്ലോ, അതിന് മാത്രം മിസ് അത് അതിന്റെ അളവ് മാത്രമാണ് നമുക്ക് പറഞ്ഞത്. ഞാൻ ക്ലാസ് കയറിയിരുന്നോ, എനിക്ക് മനസ്സിലായി. ഇങ്ങനെയുള്ള ഒരു ഷേപ്പിലായിരുന്നില്ല നെക്ക് ഉണ്ടായിരുന്നത്? അതെ അതെ അങ്ങനെ തന്നെയായിരുന്നു. ഓക്കെ, ഇങ്ങനെ 3 മീറ്ററോളം വരുന്ന ഒരു ക്ലോത്താണ് നമ്മുടെ നൈറ്റിക്ക് വരുന്നത്. ഓക്കെ, ഈ ഒരു രീതിയിലാണ് നൈറ്റിക്ക് വരുന്നത്. ഇങ്ങനെയുള്ള നൈറ്റിയുടെ ക്ലോത്തിൽ ഫസ്റ്റ് ഭാഗം എന്ന് വെച്ചാൽ നമ്മൾ 4 ആക്കിയിട്ടാണ് മടക്കുന്നത്. ഇങ്ങനെ പുറം ഭാഗം വെച്ചാൽ മതി. ഞാനിപ്പോൾ നല്ല വശത്താണ് ഈ കാണിച്ചിട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ ഉൾവശത്താക്കിയിട്ട് ചെയ്യാം. കിളിയെ ഉൾവശത്താക്കിയിട്ട് ചെയ്യാം. എന്നിട്ട് ഇങ്ങനെ 4 ആക്കിയിട്ടാണ് മടക്കേണ്ടത്. കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? കിളി 4 ആക്കി മടക്കി വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗത്ത് നിന്നാണ് നമ്മൾ ആദ്യത്തെ അളവുകളൊക്കെ ചെയ്യാൻ. നമ്മുടെ ആദ്യത്തെ വീഡിയോയിലുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ നിവർത്തിയിട്ട് ചെയ്ത് കാണിച്ചു തരുന്നില്ല. ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറഞ്ഞ് ഓടിച്ച് വിടുകയാണ് ഞാൻ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്നുള്ള അളവുകൾ ആദ്യം മാർക്ക് തുടങ്ങും. ആദ്യം ഫുൾ ലെങ്ത്ത് മാർക്ക് ചെയ്യും. ഇതിമേലായതുകൊണ്ട് തന്നെ നമുക്ക് ബോഡിമെന്ന് അളവ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതിൽ നിന്ന് 1 ഇഞ്ച് കൂട്ടിയെടുത്തിട്ട് മാർക്ക് ചെയ്താൽ മതി. അല്ലാത്തതിന് അങ്ങനെ ചെയ്യണമെന്നില്ല, ഫുള്ളായിട്ട് എടുക്കുക. അതായത് റെഡിമെയ്ഡ് ആണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് എടുക്കാം. ഓക്കെ, അതിനുശേഷം ബാക്കിലെ നെക്കിൻ്റെ ഇറക്കം ഒന്ന് മാർക്ക് ചെയ്യാം. എത്രയാണോ ബാക്കിലെ നെക്കിൻ്റെ ഇറക്കം വേണ്ടത് വെച്ചാൽ അതൊന്ന് ജസ്റ്റ് മാർക്ക് ചെയ്യാം. അത് മാർക്ക് ചെയ്തതിന് ശേഷം ഷോൾഡറാണ് മാർക്ക് ചെയ്യേണ്ടത്. ഈ ഭാഗത്ത് നിന്ന് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഷോൾഡറാണ് മാർക്ക് ചെയ്യേണ്ടത്. ആ മാർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് 3 ഇഞ്ച് ബാക്കിലേക്ക് നെക്ക് എടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? 3 ഇഞ്ച് ബാക്കിലേക്ക് നെക്ക് എടുത്താൽ മതി എന്നുള്ള ഇതിൻ്റെ ആവശ്യമില്ല, പേപ്പർ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ 3 ഇഞ്ചായിട്ട് എടുത്തുള്ള സമയത്ത് ഷോൾഡർ, നിങ്ങൾക്ക് ടോട്ടൽ ഷോൾഡർ എത്രയാണോ കിട്ടിയിട്ടുള്ളത് അതിൽ നിന്നും നിങ്ങളിൽ ഏതൊരാളുടെ ഷോൾഡർ ഒന്ന് പറഞ്ഞുതരാം. ബാക്കി ഇതിന്മേൽ സിമ്പിളായിട്ട് കാണിച്ചു തരാൻ പറ്റും. ഞാൻ പറഞ്ഞ നേരത്തെ ഫുൾ ലെങ്ത്ത് നമ്മൾ ഫുൾ മാർക്ക് ചെയ്തതിന് ശേഷം ബാക്കിലെ നെക്കിന് എത്ര ലെങ്ത്ത് വേണം, ബാക്കിലെ നെക്കിന് എത്ര ഇറക്കം വേണം എന്നുള്ളത് മാർക്ക് ചെയ്യാം. ഈ ഒരു രീതിയിൽ മാർക്ക് ചെയ്യാം. അതിനുശേഷം ഷോൾഡർ എത്ര ഇഞ്ചാണ് നിങ്ങൾക്ക് ഷോൾഡർ വേണ്ടത് എന്നുള്ള രീതിയിൽ കണക്ക് കൂട്ടുക. 15 ആണോ 16 ആണോ എത്രയാണോ വേണ്ടത് എന്നുള്ളത് കണക്ക് കൂട്ടി വെക്കാം. ഒരു 1/4 ഇഞ്ച് അല്ലെങ്കിൽ 1/2 ഇഞ്ച് തയ്യൽത്തുമ്പ് കൂട്ടിയിട്ട് പിന്നെ അങ്ങനെ തന്നെ 1/4 ഇഞ്ച് അല്ലെങ്കിൽ 1/2 ഇഞ്ച് കൂട്ടുന്നതായിരിക്കും നല്ലത്. മാക്സി അതുകൊണ്ട് തന്നെ കുറച്ച് ലൂസായിട്ട് ഇടാൻ വേണ്ടിയിട്ട് 1/2 ഇഞ്ച് കൂട്ടിയാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിൽ ഷോൾഡർ എടുത്തിട്ട് ഷോൾഡർ മാർക്ക് ചെയ്യാം. റെഡിമെയ്ഡ് സ്റ്റിച്ചാണ് ചെയ്യണത് എന്നുണ്ടെങ്കിൽ അതിന് ഇത്ര കുറക്കാനും ഇത്ര കൂട്ടാനും ഒന്നുമില്ല. എത്രയാണോ നിങ്ങൾക്ക് അളവ് കിട്ടിയിട്ടുള്ളത് അതിൻ്റെ നേരെ പകുതി എടുത്ത് മാർക്ക് ചെയ്താൽ മതി. അതിന് പിന്നെ വേറെ ഒന്നും നോക്കാനില്ല. മെസ്സേജ് അയക്കുമ്പോൾ നമ്മുടെ ടൈം വേഗം വേസ്റ്റ് ആയി പോകും. കാരണം ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് മെസ്സേജ് നോക്കൂല. എന്താണ് എഴുതിയിട്ടുള്ളത് പറയും, മനസ്സിലായാലും ഒന്നുകൂടെ പറയും. അതായത് രമണ, ആ മനസ്സിലാവാത്ത ആളുടെ ഷോൾഡർ ഒന്ന് പറഞ്ഞേ. എത്ര ഇഞ്ച് ഷോൾഡർ ഉണ്ട്? 15. എത്ര കുറക്കണം? 2. അത്രേ ഉള്ളൂ. ബാക്കിൽ എന്നാ കുറക്കേണ്ടത്? അപ്പൊ ഷോൾഡർ എത്ര ഇഞ്ചാണെന്നുള്ളതിന് നമുക്കിവിടെ സ്ഥാനം ഉണ്ടാ? ഷോൾഡർ എത്ര ഇഞ്ചോ ആയിക്കോട്ടെ, ആരെ ഷോൾഡറും ആയിക്കോട്ടെ, നിന്റെതോ ഉള്ളതോ എന്റെതോ ആരതോ ആയിക്കോട്ടെ, ഷോൾഡർ 14, 15, 15, 16 എത്ര കിട്ടിക്കഴിഞ്ഞാലും എത്രയാ? എന്താടാ? അല്ലല്ല, ടോട്ടൽ ഷോൾഡറിൽ നിന്ന് നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ ഇവിടെ പകുതി, അതിന്റെ പകുതിയാണ് കിട്ടിയ സംഖ്യയുടെ പകുതിയാണ് നമ്മളിവിടെ മാർക്ക് ചെയ്യേണ്ടത്. കാരണം നമ്മൾ ക്ലോത്ത് ഇവിടെ 2 ആക്കിയിട്ടാണ് മടക്കി വെച്ചിട്ടുള്ളത്. ഫ്രണ്ടിലൊരു പീസ് ബാക്കിലൊരു പീസ് 2 ആക്കിയിട്ടാണ് മടക്കി വെച്ചിട്ടുള്ളത്. മനസ്സിലായി? ഷോൾഡർ നമുക്ക് ഇവിടെ നിന്ന് ഇവിടെ വരെയല്ലേ വരുന്നുള്ളൂ, റൗണ്ട് ആയിട്ട് വരുന്നില്ലല്ലോ. ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള ഒരു നീളമാണ് ഷോൾഡർ. അപ്പോൾ അതിന്റെ 2 ആക്കിയിട്ടാണ് നമ്മൾ മടക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഷോൾഡർ കിട്ടിയ ഷോൾഡറിന്റെ പകുതി. അപ്പോൾ റെഡിമെയ്ഡ് ആണെന്നുണ്ടെങ്കിൽ എത്രയാണോ നമുക്ക് 15 ഷോൾഡർ വേണ്ടതെന്നുണ്ടെങ്കിൽ ആ 15ന്റെ വേറെ പകുതി ഇട്ട് കൊടുത്താൽ മതി, 7 എന്നുള്ള രീതിയിൽ ഇട്ട് കൊടുത്താൽ മതി. മനസ്സിലായി? അപ്പോൾ റെഡിമെയ്ഡിന് ഇങ്ങനെ കൂട്ടാനും കുറക്കാനും നിൽക്കേണ്ട ആവശ്യം വരുന്നില്ല. കാരണം റെഡിമെയ്ഡ് ഒരു അളവ് മെഷർമെന്റ് തരുമ്പോൾ ബാക്ക് നെക്ക് 4 ഇഞ്ച് എന്ന് പറഞ്ഞിട്ടും ഷോൾഡർ 15 തരുന്നെങ്കിൽ ആ ഷോൾഡർ 15 തന്നെ എടുക്കേണ്ടത്. അതിന് കുറക്കാനും കൂട്ടാനും നിൽക്കാൻ പാടില്ല. കാരണം റെഡിമെയ്ഡ് ആണ്. കിട്ടിയിട്ട് ആർക്കാണോ കിട്ടുന്നത്, ആ സാധനം ആരാണോ മേടിക്കുന്നത് അവർ വീണ്ടും അവരുടെ ഷേപ്പിലേക്ക് അടിച്ചിടുന്നതാണ്. അപ്പോൾ അതിൽ നമ്മൾ കളിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഒരാൾക്ക് ബോഡിയുമൊക്കെ നമ്മൾ തയ്ച്ച് കൊടുക്കുമ്പോൾ അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്, പ്രത്യേകിച്ച് ഷോൾഡറിൻ്റെ കാര്യം.
കാരണം ഷോൾഡർ കൂടുതൽ എടുത്തു കഴിഞ്ഞാലും കുറവ് എടുത്തു കഴിഞ്ഞാലും മൊത്തത്തിൽ തെറ്റിപ്പോകും. ആസി ആ ഡോറ് നടക്കോ? ഓക്കെ. അപ്പൊ അതെ, മാക്സിമം അളവെടുക്കുമ്പോൾ ഓൾറെഡി അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു അളവാണ്. അതിൽ നിന്ന് കൂട്ടലും കുറക്കേണ്ടതൊക്കെ ചെയ്ത് ക്ലിയർ ആയിട്ട് വന്നിട്ടുള്ള ഒരു അളവാണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് മാർക്ക് ചെയ്യുന്ന സമയത്ത് ഇതാണ് അളവ് മാക്സി. ഇതിങ്ങനെ വെക്കണം. ഇത് വെച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്യണം. ഈ മാർക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൽ വരുന്ന ഭാഗങ്ങൾ ഷോൾഡറിന്റെ ഭാഗത്ത് നിന്ന് ഒരു തയ്യൽ തുമ്പിന് വെച്ചിട്ട് കൂടുതൽ മാർക്ക് ചെയ്ത് കൊടുക്കണം. അതേപോലെ തന്നെ നെക്ക് കട്ട് ചെയ്യുമ്പോൾ ഒരു 4 ഇഞ്ച് കുറച്ചിട്ട് വേണം, പുറത്തേക്ക് എടുത്തിട്ട് വേണം മാർക്ക് ചെയ്യാൻ. അവിടെ നിങ്ങൾ വെട്ടിക്കഴിഞ്ഞാൽ വീണ്ടും തയ്യൽ തുമ്പിച്ചിട്ട് ആവശ്യമാണല്ലോ. ഇവിടെ അത്രേ നോക്കേണ്ടതുള്ളൂ. അതേപോലെ തന്നെ ഷേപ്പുകൾ മാർക്കൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് തന്നെ ഷേപ്പുകൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. കാരണം ഇതിൽ കൂട്ടാനും കുറക്കേണ്ടതൊക്കെ നിങ്ങൾ കുറച്ചിട്ടും കൂട്ടിയിട്ടാണ് ഇത് ഒരു അളവായിട്ട് നിങ്ങൾക്ക് തരുന്നത്. ഈ അളവിൽ അടിച്ചാൽ മതി അതുമായിട്ട് തരുന്നത്. അപ്പോൾ ഇതിലെന്ത് വേണ്ട, കൂട്ടാനും കുറക്കേണ്ടത് അങ്ങനെ വെച്ചിട്ട് മാർക്ക് ചെയ്താൽ മതി. പിന്നെ ചിലർ ടേപ്പ് കൊണ്ട് ഡ്രസ്സ് ടേപ്പ് കൊണ്ട് അളവെടുത്തിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. ആ രീതി വേറെയാണ്. എന്നിരുന്നാലും നമുക്കിപ്പോൾ ടേപ്പ് കൊണ്ട് അളവെടുക്കുന്ന സമയത്ത് ഇതൊരു അളവ് മാക്സിയാണ്. ടേപ്പ് കൊണ്ട് നിങ്ങൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് അളവെടുക്കണത് എത്ര ഇഞ്ചിൻ്റെ അളവെടുക്കുകയാണ്. ഇങ്ങനെ അളവെടുത്തതിന് ശേഷം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ക്ലോത്തിൻ്റെ നേരെ പകുതി, ആ കിട്ടിയ അളവിൻ്റെ നേരെ പകുതി മാർക്ക് ചെയ്ത് കൊടുക്കണുള്ളൂ. കാരണം ഒരു സൈഡിൽ നിന്നല്ലേ നമ്മൾ അളവെടുക്കുന്നുള്ളൂ. എന്നിട്ട് 2 സൈഡ് നമ്മൾ ബോഡി വന്ന് അളവെടുക്കുമ്പോൾ ഇതിൻ്റെ ചുറ്റോറ് റൗണ്ട് മൊത്തത്തിൽ എടുത്തിട്ടാണ് അളവെടുക്കുന്നത് അല്ലേ. 2 ഭാഗത്തെ റൗണ്ടും കൂടിയിട്ട് വരുന്നുണ്ട്. ആ ക്ലോത്ത് നമ്മൾ 2 ഭാഗത്തും കൂടി ഇങ്ങനെ 4 ആക്കിയിട്ട് മടക്കി വെക്കണം. അപ്പം മൊത്തം റൗണ്ടിൻ്റെ കൂടെ തയ്യൽത്തുമ്പും കൂട്ടിയിട്ടിട്ട്, തയ്യൽത്തുമ്പല്ല ലൂസിനുള്ള ഇതും കൂട്ടണം, പ്ലസ് തയ്യൽത്തുമ്പും കൂട്ടിയിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. മറിച്ച് ഇതിന് എന്ത് വേണ്ട, ലൂസിനായിട്ടുള്ളത് കൂട്ടണം, തയ്യൽത്തുമ്പ് മാത്രമായിട്ട് കൂട്ടിയാൽ മതി. കാരണം ഇത് ലൂസിനുള്ളതൊക്കെ കൂട്ടിയിട്ടുള്ള കറക്റ്റ് അളവായിട്ടാണ് നിങ്ങൾക്ക് തരുന്നത്, അളവായിട്ട് നിങ്ങൾക്ക് തരുന്നത്. അതിൽ ശ്രദ്ധിക്കേണ്ട 2 കാര്യം എന്ന് പറയാൻ, മെയിനായിട്ട് നെക്കിൻ്റെ ഭാഗം മാർക്ക് ചെയ്യുമ്പോൾ തയ്യൽത്തുമ്പ് പുറത്തേക്ക് എടുത്തിട്ട് വേണം മാർക്ക് ചെയ്യാൻ. അതേപോലെ തന്നെ ഷോൾഡർ മാർക്ക് ചെയ്യുമ്പോൾ തയ്യൽത്തുമ്പ് അതും പുറത്തേക്ക് എടുത്തിട്ട് വേണം മാർക്ക് ചെയ്യാൻ. ഈ 2 കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, വേറെ ഉള്ളതൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ. ഇനി അടുത്തത്, അപ്പോൾ ബാക്കിലെ നെക്കിൻ്റെ ഇറക്കത്തിനനുസരിച്ച് നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്തു. ഷോൾഡർ മാർക്ക് ചെയ്തതിന് ശേഷം എന്താണ്, ആം ഹോൾ മാർക്ക് ചെയ്യണം അല്ലേ. നമുക്ക് കിട്ടിയ ആം ഹോൾ എത്രയാണോ അതിൻ്റെ നേരെ പകുതി എടുത്തിട്ട് മാർക്ക് ചെയ്യാം. അതിൻ്റെ നേരെ പകുതി എടുത്തിട്ട് മാർക്ക് ചെയ്യാം. അതിന് നേരത്തെ ഷോൾഡർ 15 1.5 കുറച്ചിട്ട് പിന്നെ 1 ഇഞ്ച് കുറക്കണം. അങ്ങനെ പറഞ്ഞില്ലേ, അത് മുഴുവൻ 15 ഇഞ്ച് മാത്രം കുറച്ചാൽ മതി. ബേക്കിലേക്ക് 1.5 1.5, അതായത് 1.5. അപ്പോൾ 2 ഇഞ്ച് കുറക്കണം. എനിക്കിപ്പോൾ ഷോൾഡർ 14 ഇഞ്ചാണ് കിട്ടിയത് എന്നുണ്ടെങ്കിൽ 2 ഇഞ്ച് ഞാൻ കുറച്ചപ്പോൾ 12 ഇഞ്ചാണ് കിട്ടിയത്. ഈ 12 ഇഞ്ചിന്റെ പകുതി, 12 ഇഞ്ചിന്റെ പകുതി എന്ന് പറഞ്ഞത് 6 ഇഞ്ചാണ്. ആ 6 ഇഞ്ചാണ് ഞാൻ പിന്നെ ഇവിടെ മാർക്ക് ചെയ്യേണ്ടത്. ആ 6 ഇഞ്ച് എടുത്ത് മാർക്ക് ചെയ്യണം, പ്ലസ് തയ്യൽ തുമ്പ് കൂട്ടിയിടണം. തയ്യൽ തുമ്പ് കൂട്ടിയിടണം. ഇപ്പം നിങ്ങൾക്ക് ഈസി ആയിട്ട് അത് കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പം ഇങ്ങനെ വളഞ്ഞ് മൂക്ക് പിടിക്കണ പോലെ അതിങ്ങനെ അതിൽ നിന്ന് ഇത്ര കുറച്ച് അങ്ങനെ കുറച്ച് ഇങ്ങനെ കുറച്ച് നല്ല രീതിയിൽ എടുക്കാതെ എളുപ്പമായിട്ട് കിട്ടാനൊരു മാർഗ്ഗമുണ്ട്. നിങ്ങൾക്ക് എത്ര ഇഞ്ചാണോ ഷോൾഡർ കിട്ടിയത് അതിൽ നിന്ന് 1/2 ഇഞ്ച് കുറച്ചെടുത്താലും മതി. പക്ഷെ എന്തായിരിക്കണം എന്നറിയോ, ബേക്കിൽ 3 ഇഞ്ച് തന്നെ ആയിരിക്കണം. അതിന് കുറവും കൂടുതലും വന്നു കഴിഞ്ഞാൽ ഇതിന് മാറ്റം വരും. കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാർ ഒരു 3 ഇഞ്ചിക്കാണ് ബേക്കിൽ നെക്ക് എടുക്കുന്നത്. എൻ്റെ അളവാണ് നിങ്ങൾക്ക് എടുക്കുന്നത്. എൻ്റെ അളവ് നിങ്ങളുടെ കയ്യിൽ കറക്റ്റ് ആയിട്ട് ഞാൻ തന്നു, ഇത്ര ഇറക്കം ഇത്ര നീളം എന്നുള്ള രീതിയിൽ കറക്റ്റ് ആയിട്ട് ഞാൻ തന്നു. അല്ലാതെ ഒരു വ്യക്തിയുടെ അളവ് എന്നുള്ള രീതിയിൽ ആൾക്ക് ഏത് മോഡൽ അടിക്കുമ്പോഴും അതേ അളവ് തന്നെ മാർക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അളവുകൾ മാറി മാറി വരാൻ കാരണം എന്താണ്, ബേക്കിലെ നെക്കിൻ്റെ ഇറക്കത്തിനനുസരിച്ച് ഷോൾഡറിൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ അങ്ങനെ നോക്കേണ്ടത്, ബാക്കിയുള്ളതിലൊന്നും അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. അപ്പോൾ ഈ മെത്തേഡ് നിങ്ങളത് എഴുതി വെക്കാനാണ് വേണ്ടത്, അതവിടെ എഴുതി വെക്കാനാണ് വേണ്ടത്. ഓക്കെ. അപ്പോൾ ഷോൾഡറിൻ്റെ കാര്യത്തിൽ അങ്ങനെ തീരുമാനമായി. ഇനി വേണ്ടത് ആം ഹോൾ എത്ര ഇഞ്ചാണോ ആം ഹോളിൻ്റെ പകുതിയാണ് മാർക്ക് ചെയ്യേണ്ടത്. ഇത് മാക്സിയിൽ മാത്രം ഇങ്ങനെ ചെയ്താൽ മതി, അല്ലാത്ത ഡ്രസ്സിന് ഇങ്ങനെ ചെയ്യൂല. അല്ലാത്ത ഡ്രസ്സിന് ചെറിയൊരു മാറ്റം വരും. അത് എന്താ പറയുക, ഷോൾഡർ സ്ലോപ്പും മറ്റുള്ളതൊക്കെ കണ്ടെത്തുന്നതിനനുസരിച്ച് നല്ല മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ബേസിക് ആയിട്ട് നിങ്ങൾ ഇങ്ങനെ മാത്രം പഠിച്ചാൽ മതി. ഓക്കെ. പകുതി എടുത്തിട്ട് മാർക്ക് ചെയ്യുക. എത്രയാണോ ആം ഹോൾ കിട്ടിയിട്ടുള്ളത് അതിൻ്റെ നേരെ പകുതി മാർക്ക് ചെയ്തിട്ട് ഷോൾഡറിൽ നിന്നും ആം ഹോളിലേക്ക് ഒരു ലൈൻ വരച്ച് കൊടുക്കുക. ഓക്കെ. ആ ലൈനിനെ നേരെ എൽ ഷേപ്പിലേക്ക് കൊണ്ടുപോവാം. നേരെ അങ്ങോട്ട് എൽ ഷേപ്പിലേക്ക് കൊണ്ടുപോവാം. ഈ എൽ ഷേപ്പിലേക്ക് കൊണ്ടുപോയ ഈ ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ
കക്ഷത്തിന്റെ അതായത് നെഞ്ചിന്റെ അളവ്, നെഞ്ചിന്റെ വണ്ണം മാർക്ക് ചെയ്ത് വരേണ്ട ഭാഗമാണ്. ആം ഹോളിന്റെ ഭാഗത്തു നിന്നാണ് നെഞ്ചിന്റെ അളവ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ലൈനിലേക്ക്, താഴെ വരച്ച ഈ ഒരു ലൈനിലേക്കാണ് എന്ത് മാർക്ക് ചെയ്യേണ്ടത്? ആം ഹോളിന്റെ നെഞ്ചിന്റെ വണ്ണം മാർക്ക് ചെയ്യേണ്ടത്, ചെസ്റ്റിന്റെ വണ്ണായിട്ട് മാർക്ക് ചെയ്യേണ്ടത്. ചെസ്റ്റിന്റെ വണ്ണം ഒരാൾക്ക് എത്രയാണോ ലൂസിന് വേണ്ടിയിട്ടാണ് തയ്യൽത്തുമ്പല്ലത്. അത് തയ്യൽത്തുമ്പ് എക്സ്ട്രാ വീണ്ടും കൂട്ടിയിടണം. ഓക്കെ, അപ്പോൾ എത്ര ഇഞ്ചാണോ കിട്ടിയിട്ടുള്ളത് വണ്ണം, നെഞ്ചിന്റെ വണ്ണം എത്ര ഇഞ്ചാണോ 40 രീതിയിൽ കണ്ടെത്തിയിട്ട് ആ സംഖ്യയാണ് അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, ഇത് മാർക്ക് ചെയ്തതിന് ശേഷം വീണ്ടും 1 ഇഞ്ച് തയ്യൽ തുമ്പ് വേറെ എക്സ്ട്രാ ഇടണം. തയ്യൽ തുമ്പ് 1 ഇഞ്ചോ 4 ഇഞ്ചോ 6 ഇഞ്ചോ 1.5 ഇഞ്ചോ എത്ര വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടിടാതെ തയ്യൽ തുമ്പ് ആണെന്ന് മാത്രം. ഓക്കെ, ഈ 6 ഇഞ്ച് കൂട്ടുന്നത് മൈക്ക് ഓഫ് ആക്കാം. അവിടെ പറയുന്ന കൂടെ കേൾക്കൂട്ടാ, ഞങ്ങൾ പിന്നെ ഗ്രൂപ്പിൽ കയറി കളിയാക്കുവേ. ഓക്കെ, അപ്പോൾ തയ്യൽ തുമ്പ് നല്ല രീതിയിൽ 1 ഇഞ്ച് അത് നിങ്ങളുടെ ഇഷ്ടം പോലെ എടുത്തിട്ട് കൂട്ടിയിടാം. അതിനുശേഷം പിന്നെ വേസ്റ്റിന്റെ ലെങ്ത്തിന്റെ ഭാഗം, അതായത് എത്രയാണ് ഷേപ്പിന്റെ ഭാഗം നമുക്കിവിടെ മാർക്ക് ചെയ്യണ്ടേ. ഇവിടെ ഏത് ഭാഗത്താണ് ഷേപ്പ് കിട്ടാന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുന്നില്ല. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഈ നെക്ക് മാർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് വേസ്റ്റിന്റെ ലെങ്ത് എവിടെയെന്നുള്ളത് ജസ്റ്റ് ഒരു പോയിന്റ് ഇട്ട് വെക്കണമായിരുന്നു. അതേപോലെ തന്നെ ഹിപ്പിന്റെ സീറ്റിന്റെ വണ്ണത്തിന്റെ അവിടെ സീറ്റിന്റെ ലെങ്ത് എത്ര ഉണ്ടെന്നുള്ളത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കണം. എന്നിട്ട് ആ ഭാഗത്താണ് ഷേപ്പിന്റെ വണ്ണം മാർക്ക് ചെയ്യേണ്ടത്. ഷേപ്പിന്റെ ഭാഗത്തും ചെസ്റ്റിന്റെ ഭാഗത്തും സീറ്റിന്റെ ഭാഗത്തും ഈ 3 മെത്തേഡിന് മാറ്റമില്ല. ഏത് എത്രയാണോ അതിന്റെ റൗണ്ട് അതിന്റെ 4 ഭാഗമാണ് മാർക്ക് ചെയ്യേണ്ടത്. അത് ഈ 3 ഭാഗത്തും സെയിം ആയിട്ട് തന്നെയാണ് ചെയ്യേണ്ടത്, മാറ്റമില്ല. ചെസ്റ്റിന്റെ ഭാഗം പറഞ്ഞ് സെയിം പോലെ തന്നെ വേസ്റ്റിന്റെ ഭാഗത്ത് കൊടുക്കുക, അതേപോലെ തന്നെ സീറ്റിന്റെ ഭാഗത്ത് കൊടുക്കുക, മാറ്റമില്ലാതെ. ഓക്കെ, പ്ലസ് തയ്യത്തും പറ്റി കൂട്ടിയെടുക്കാം. ഈ ഒരു രീതിയിൽ കൂട്ടിയെടുക്കാം. അത് കഴിഞ്ഞതിന് ശേഷം ഏറ്റവും താഴത്തെ ഫ്ലെയർ റൗണ്ട്, ഈ നെറ്റിയുടെ വിറ്റിൻ്റെ ഏറ്റവും താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഫ്ലെയർ റൗണ്ട് ഉണ്ടാവുമല്ലോ. അത് ഓരോരുത്തരുടെ വണ്ണത്തിനനുസരിച്ച് നല്ല മെലിഞ്ഞ ഒരാളാണെന്നുണ്ടെങ്കിൽ നൈറ്റിക്ക് ഒരു 34 ഇഞ്ചോളം വണ്ണം വരും, വീതി വരും നെറ്റിയുടെ ക്ലോത്തിന്. ആ നല്ല തീരെ മെലിഞ്ഞ ഒരാളാണെന്നുണ്ടെങ്കിൽ അത്രയും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 5 ഇഞ്ച് എത്രയാണോ നിങ്ങൾക്ക് അളവ് കിട്ടിയിട്ടുള്ളത്, ഇവിടുത്തെ സീറ്റിൻ്റെ വണ്ണത്തിൻ്റെ അവിടെ നിന്ന് ഒരു അളവ് കിട്ടിയിട്ടുള്ള ഒരാളുണ്ടാവില്ല, ആ അളവിൽ നിന്നും ഇവിടെയാണ് ആ അളവ് കിട്ടുകയാണെങ്കിൽ 1 2 3 4 5 എന്നുള്ള രീതിയിൽ ഇങ്ങനെ കൊണ്ടുപോയാൽ മതി. 8ന്റെ 5ന്റെ ഇടയിലായിട്ട്. ഇപ്പോൾ റണ്ണിങ് മെറ്റീരിയലാണ് മേടിച്ചിട്ട് നൈറ്റ് തയ്ക്കണമെന്നുണ്ടെങ്കിൽ റണ്ണിങ് മെറ്റീരിയൽ നൈറ്റി ബിറ്റിനേക്കാൾ കൂടുതലായിരിക്കും വണ്ണം, വീതി കൂടുതലായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് ആ ഫുള്ള് വീതി എടുക്കണം എന്നില്ല. നിങ്ങളുടെ ഇവിടെ ഹിപ്പിൻ്റെ അവിടുത്തെ വണ്ണം, അതായത് സീറ്റിൻ്റെ വണ്ണം നിങ്ങൾ മാർക്ക് ചെയ്ത് ലൂസോട് കൂടി മാർക്ക് ചെയ്തതിന് ശേഷം പ്ലസ് 5 ഇഞ്ച് കൂടി കൂട്ടിയിട്ടിട്ട് താഴത്തേക്ക് പ്ലെയർ റൗണ്ടായിട്ട് എടുത്താൽ മതി. ആ 5 ഇഞ്ചിന് കുറച്ചുകൂടി വിരുപതികൾക്ക് അതൊരു എന്താ പറയുക ചിത്രങ്ങളൊക്കെ ഉള്ളതാണ് എന്നുണ്ടെങ്കിൽ ആ ചിത്രം പോവാതിരിക്കണം എന്നുണ്ടെങ്കിൽ 8 ഇഞ്ചിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് എടുക്കാം. അതിൻ്റെ കൂടുതലായിട്ട് എടുത്തു കഴിഞ്ഞാൽ 2 സൈഡും തൂങ്ങി കൊടുക്കും. മാക്സ് എടുക്കുമ്പോൾ 2 സൈഡും തൂങ്ങി കൊടുക്കും. അത് കൂടുതലായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, പ്ലസ് തയ്യൽത്തും കൂട്ടി കൊടുക്കാം. ഷേപ്പിൻ്റെ ഭാഗങ്ങൾ ഇത്രേ ഉള്ളൂ, ഇതിൽ കൂടുതൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ഭാഗം മാത്രമാണ്, എവിടെ ഷോൾഡറിൻ്റെ ഭാഗം. അതിനുശേഷം പിന്നെ ആംഹോളിൻ്റെ ഭാഗം. ആംഹോൾ ഇങ്ങനെ നമ്മൾ സ്ക്വയർ മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇനി ഇത് മാർക്ക് ചെയ്യണം. ഈ മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയ ഈ പോയിന്റ് ഉണ്ടല്ലോ, ഇവിടെ കിട്ടിയ ഈ പോയിന്റ് ഉണ്ടല്ലോ, ഈ പോയിന്റിൻ്റെ അവിടെ നിന്ന് ടേപ്പിനെ ക്രോസ് ആക്കി വെച്ചിട്ട് ഈ ഒരു രീതിയിൽ ക്രോസ് ആക്കി വെച്ചിട്ട് കാണുന്നില്ലേ, ഈ ഒരു രീതിയിൽ ക്രോസ് ആക്കി വെച്ചതിന് ശേഷം ഇവിടെ നിന്ന് പകുതിയായിട്ട് എടുക്കാം. ഏത് നമ്മുടെ ഈ ഒരു ആംഹോളിൻ്റെ ലെങ്ത്തിൻ്റെ പകുതിയാണോ കണ്ടതിന് ശേഷം ഇവിടെ നിന്ന് ഇങ്ങനെ മാർക്ക് ചെയ്ത് വന്നിട്ട് ഈ പകുതി എത്തുമ്പോൾ തെന്നി കൊണ്ടുപോകണം. തെന്നി കൊണ്ടുപോയിട്ട് നമുക്ക് കിട്ടിയ ഈ ലെങ്ത് ഉണ്ടല്ലോ, ഇത് ആ പോയിന്റിൽ ടച്ച് ചെയ്യണം. ആ പോയിന്റിൽ ടച്ച് ചെയ്തതിന് ശേഷം ഇങ്ങോട്ട് കൊണ്ടുവരണം. എവിടെ നമുക്ക് എന്താ പറയുക തയ്യൽത്തുമ്പ് കിട്ടി കൊടുത്തിട്ടല്ല, നെഞ്ചിൻ്റെ വണ്ണം മാർക്ക് ചെയ്ത ഭാഗം ഉണ്ടല്ലോ, അങ്ങോട്ടേക്ക് എത്തണം. ഈ ഒരു രീതിയിൽ മാർക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരണം. എന്നിട്ട് വേണം കട്ട് ചെയ്യാൻ. ഇത് തന്നെ ഓക്കെ. ഇപ്പം നമ്മൾ പറയും ഇവിടെ തയ്യൽത്തുമ്പ് എടുത്തിട്ടുണ്ട്, എന്തുകൊണ്ട് ഇവിടെ തയ്യൽത്തുമ്പ് എടുത്തിട്ടില്ല, ഈ ഒരു ഭാഗത്ത് തയ്യൽത്തുമ്പ് വേണ്ടേ എന്ന് ചോദിക്കും. അതേപോലെ തന്നെ അമ്മൂടെ ലെങ്ത് എടുക്കുന്ന സമയത്ത് അവിടെയും വേണ്ടേ തയ്യൽത്തുമ്പ് എന്ന് ചോദിക്കുന്നവരോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷോൾഡർ നമ്മൾ തയ്ക്കുമ്പോൾ ഈ ഒരു ഭാഗം ഒരു 4 ഇഞ്ചോളം നമ്മൾ തയ്യൽത്തുമ്പ് എന്നുള്ള രീതിയിൽ ഫൂട്ടിൻ്റെ വലിപ്പത്തിലാണെങ്കിൽ ചിലപ്പോൾ 1/2 ഇഞ്ചിക്ക് തയ്യൽത്തുമ്പ് എടുക്കുന്നവരൊക്കെ ഉണ്ട്. എത്ര എടുത്തു കഴിഞ്ഞാലും ആ ഒരു തയ്യൽത്തുമ്പ് അവിടുന്ന് കുറഞ്ഞു പോവുകയാണ് അല്ലേ. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് കിട്ടിയ ലെങ്ത് എത്ര, ആ ലെങ്ത്തിൽ നിന്നും 4 ഇഞ്ച് വീണ്ടും കുറയല്ലേ നമുക്ക് ചെയ്യണത്. ഇവിടെ 4 ഇഞ്ച് നമ്മൾ അടിച്ചു പോയാൽ ഇവിടെയും 4 ഇഞ്ച് കുറയല്ലേ ചെയ്യണത്. പക്ഷെ നമ്മൾ തയ്ച്ച് വരുമ്പോൾ സ്ലീവ് അറ്റാച്ച് ചെയ്ത് വരുന്ന സമയത്ത് ഇവിടെ അല്ലടാ നമ്മൾ സ്റ്റിച്ച് വരാ, നമ്മൾ ഈ മാർക്ക് ചെയ്ത ഭാഗത്ത് സ്റ്റിച്ച് വരുമോ, തൊട്ട് താഴെയല്ലേ സ്റ്റിച്ച് വരാം. അപ്പോൾ നമ്മൾ ഈ പോയിന്റും ലെങ്ത്ത് നോക്കി നോക്കുമ്പോൾ കറക്റ്റ് ആയി നമുക്ക് കിട്ടിയ അമൗണ്ട് അതേ കറക്റ്റ് ആയില്ലേ. അപ്പോൾ നമ്മൾ ഓൾറെഡി എടുക്കുമ്പോൾ തന്നെ ഇവിടെ തയ്യൽത്തുമ്പോൾ കൂട്ടി എടുക്കേണ്ട ആവശ്യമുണ്ടോ, ഇല്ല. പിന്നെ നമ്മൾ കാണുന്ന എന്താ പറയുക പഠിക്കാനൊരു കോഡ് കൊടുത്ത് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ലൈൻ ഇടും, നീളത്തിലൊരു ലൈൻ ഇടും.
അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്ലോത്ത് തെന്നി പോവാതിരിക്കാൻ ആദ്യം ഒരു ലൈൻ ഇട്ടിട്ട് അതിൻ്റെ താഴേക്ക് മാർക്കിങ് ചെയ്യുന്നതാണ്. ഓക്കെ, അത് മനസ്സിലാക്കാം. പിന്നെ നമുക്കൊന്ന് കട്ട് ചെയ്യാം. ഈ ഒരു ഭാഗം കട്ട് ചെയ്യാം. കട്ട് ചെയ്യുമ്പോൾ സ്ലീവ് എങ്ങനെയാണ്, സോറി, അതിൻ്റെ മുന്നായിട്ട് നമ്മൾ നെക്കിൻ്റെ ഭാഗം കട്ട് ചെയ്യാനുണ്ട്. നെക്കിൻ്റെ ഭാഗം കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയ നെക്കിൻ്റെ അകലം എങ്ങനെയാണ് കിട്ടേണ്ടതെന്ന് അറിയാത്തവരുണ്ട്. അപ്പോൾ ഈ കൂട്ടത്തിൽ 40 പേരുണ്ട്. ഇതിലാരെങ്കിലും നെക്കിൻ്റെ അകലം കിട്ടേണ്ടത് എങ്ങനെയാണെന്ന് അറിയാത്തവരുണ്ടോ? ഷോൾഡറിൻ്റെതോ? ഷോൾഡർ എടുക്കുന്ന സമയത്ത് ടോട്ടൽ ഷോൾഡർ ഗ്രൂപ്പിൽ പറയാമെങ്കിൽ കേട്ടോ. നെക്കിന്റെ അകലം കണ്ടെത്തേണ്ടത് എങ്ങനെയാണെന്ന് അറിയാത്തവരുണ്ടോ? ഓക്കെ, ആ കുട്ടിക്ക് ഒന്നും കൂടി ഷോൾഡറിന്റെ കാര്യം പറഞ്ഞു കൊടുക്കാം. അപ്പോൾ അതല്ലേ, അതെ, നമുക്ക് ഷോൾഡർ എത്രയാണോ ടോട്ടൽ ഷോൾഡർ, നെക്കിന്റെ അകലം ഉണ്ടോ? ഓക്കെ, അതും പറഞ്ഞുതരാം. 10 മിനിറ്റുള്ള മെസ്സേജ് വന്നു. ഓക്കെ, ഷോൾഡറിന് ഒന്നുകൂടി പറഞ്ഞുതരാം. എത്ര ഇഞ്ചാണോ ഷോൾഡർ വേണ്ടത് അതിന് പകുതിയായിട്ട് ഡിവൈഡ് ചെയ്യാം. എന്നിട്ട് തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കാം. ഇനി അങ്ങനെ വളഞ്ഞ് മൂക്ക് പിടിക്കുന്നതിന് പകരം ഇയാളൊരു കാര്യം ചെയ്താൽ മതി. എത്ര ഇഞ്ചാണോ ഷോൾഡർ കിട്ടിയത് അതിന് 2 ആക്കിയിട്ട് കാണാം, പകുതി കാണാം. 15 ഇഞ്ചാണ് കിട്ടിയത് എന്നുണ്ടെങ്കിൽ 7 ഇഞ്ചായിട്ട് കാണാം. എന്നിട്ട് 1/2 ഇഞ്ച് കുറച്ചെടുക്കാം. 1/2 ഇഞ്ച് കുറച്ചിട്ട് മാർക്ക് ചെയ്യാം. ബേക്കിലെ നെക്കിന് 3 ഇഞ്ച് ഇറക്കം ഉണ്ടായിരിക്കണം ആ സമയത്ത് കേട്ടോ. ബേക്കിലെ നെക്ക് 3 ഇഞ്ചാണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഇങ്ങനെ കണ്ടാൽ മതി. നിങ്ങളുടെ കിട്ടിയ ഷോൾഡറിൻ്റെ അളവിൻ്റെ പകുതി മാർക്ക് ചെയ്യുക. അതിൽ 1/2 ഇഞ്ച് കുറച്ചിട്ട് മാർക്ക് ചെയ്യാം. വേറെ ഒന്നും പിന്നെ അതിൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അതിൽ കൂടെ പിന്നെ തയ്യത്തും വിടണമെന്നോ കുറക്കണമെന്നോ കൂട്ടണമെന്നോ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഈ ബേക്കിലെ നെക്ക് 3 ഇഞ്ച് ആയിരിക്കണം, അപ്പോഴേ പറ്റുള്ളൂ. കേട്ടോ, അല്ലാതെ പറ്റില്ലേ പറഞ്ഞുതരാം. പിന്നെ നെക്കിൻ്റെ അകലം കണ്ടെത്തുന്നത് നെക്കിൻ്റെ റൗണ്ട് 3 വിധത്തിൽ അത് കണ്ടെത്താൻ പറ്റും. ഏതെങ്കിലും ഒരു വിധത്തിലുള്ളത് ഞാൻ ഇപ്പോൾ പറഞ്ഞു തരുന്നുള്ളൂ. നെക്ക് നമ്മൾ ഒരു ഫാഷൻ ഷോ ഒക്കെ പങ്കെടുക്കാൻ വേണ്ടി പോയവരോ അല്ലെങ്കിൽ പോകാൻ കുട്ടികൾക്ക് ക്ഷണം വന്നവരൊക്കെ ഇതിലുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും. അവർ കുട്ടികളുടെ അളവ് ചോദിക്കും. അവിടെ ആയിരിക്കും നമ്മുടെ കുട്ടികൾക്കുള്ള, നമ്മളിപ്പോൾ ഒരു ഫാഷൻ പരിപാടിക്ക് പോകുകയാണെങ്കിൽ അവരായിരിക്കും നമുക്ക് ഡ്രസ്സ് തയ്ച്ച് തരാം. നമ്മളിവിടുന്ന് തയ്ച്ച ഡ്രസ്സല്ല കൊണ്ടുപോയി അവരുടെ അളവ് ചോദിക്കുമ്പോൾ ഉണ്ടാകുന്ന അളവുകളാണ്. ഇവിടുത്തെ ഈ റൗണ്ട് ഉണ്ടല്ലോ, തലയുടെ റൗണ്ട്, തലയുടെ ഇവിടുത്തെ ഈ ഇറക്കം, അതുപോലെ നെക്കിൻ്റെ റൗണ്ട്, അങ്ങനെയുള്ള നമുക്ക് ആവശ്യമില്ലാത്ത എല്ലാ അളവുകളും അവർ ചോദിക്കും. മനസ്സിലായി? അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഡ്രസ്സ് തയ്ച്ച് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ പറഞ്ഞു തരുന്ന അളവാണ്. അപ്പോൾ 3 കൂടി ഞാൻ പറഞ്ഞു തരുന്നത്. അതിൽ ഒരെണ്ണം ഞാനിപ്പോൾ പറഞ്ഞു തരുന്നുണ്ട്. നമുക്ക് മാത്രം, അല്ലാത്തതിനല്ല. അല്ലാത്തതിന് ചെറിയൊരു മാറ്റം വരും. നൈറ്റിക്ക് നിങ്ങൾ മാർക്ക് ചെയ്യുമ്പോൾ എന്താ പറയുക, കാരണം നൈറ്റിയുടെ ഞാൻ പറഞ്ഞല്ലോ ചെറിയൊരു ലൂസായിട്ടുള്ള ഡ്രസ്സാണ്. അതുകൊണ്ട് തന്നെ ഇഞ്ചാണ് കിട്ടിയത് എന്നുണ്ടെങ്കിൽ ആ ആൾക്ക് 3 ഇഞ്ചിൽ അടയാളപ്പെടുത്തിയാൽ മതി നെക്കിൻ്റെ റൗണ്ട്. അപ്പോൾ ആളാണെന്നുണ്ടെങ്കിൽ ആ ആൾക്ക് 3.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇതിന് പിന്നെ നിങ്ങൾ തയ്യൽ തുമ്പ് കൂട്ടാനും കുറക്കാനും നിൽക്കേണ്ട. കാരണം മാക്സിക്ക് ഇച്ചിരി ലൂസ് വേണം. അതുകൊണ്ട് തന്നെ പിന്നീട് ഇതിന്ന് തയ്യൽ തുമ്പ് കുറക്കാനും കൂട്ടാനും നിൽക്കേണ്ട ആവശ്യമില്ല. അല്ലാത്ത ഡ്രസ്സിന് ചെറിയൊരു മാറ്റങ്ങൾ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നെക്കിൻ്റെ അകലം എങ്ങനെ കണ്ടെത്തേണ്ടതെന്ന് അതും പഠിച്ചല്ലോ. ഇനി ബേക്കിലെ നെക്കിൻ്റെ ഷേപ്പ് വരച്ച് കൊടുക്കുക. ആദ്യം ഒരു ബോക്സ് ആക്കിയിട്ട് വെക്കുക. അതിനുശേഷം ബേക്കിലെ നെക്കിന് ഒരു ഷേപ്പ് വരച്ച് കൊടുക്കുക. റൗണ്ട് ആക്കിയിട്ടൊരു ഷേപ്പ് വരച്ച് കൊടുക്കുക. അത് കട്ട് ചെയ്യാം. ഫ്രണ്ടിലെ നെക്ക് ഇപ്പോൾ തന്നെ ഒന്നും ചെയ്യണ്ട. അതെന്താ ചെയ്യേണ്ടത് ഞാൻ കട്ട് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. ശ്രദ്ധിക്കാം. ബേക്കിലെ നെക്ക് ഒരുമിച്ച്, അതായത് 2 പീസും കൂടി ഒരുമിച്ച് ബേക്കിലെ നെക്ക് കട്ട് ചെയ്യാം. കർവ് പോയിന്റ് 1.5 ഇഞ്ചായിട്ട് എടുത്താൽ മതി എന്നുള്ളൂ. 1.5 ഇഞ്ചായിട്ട് കർവ് പോയിന്റ് എടുക്കാം. ഓക്കെ, അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെ 2ഉം കൂടി ഒരുമിച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വൃത്തത്തിൽ കണ്ടില്ലേ, ഈ ഒരു രീതിയിലാണ് അതിൻ്റെ വേസ്റ്റ് പീസ് നമുക്ക് കിട്ടുക. ഈ വേസ്റ്റ് പീസ് കിട്ടിക്കഴിഞ്ഞാൽ ആ ക്ലോത്തിൻ്റെ ക്രോസ് ഭാഗം ഏതാണ് എന്നുള്ളത് നോക്കിയിട്ട്, അതായത് ഇങ്ങനെ മടക്കി വെച്ച ഈ ഭാഗത്തായിരിക്കും ഇതിൻ്റെ ക്രോസ് വരാം. ഈ ഭാഗത്തായിരിക്കും ആ ഒരു ക്രോസ്. അതിൻ്റെ ക്രോസ് ഭാഗം എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരിക്കും. ഇത് കണ്ടില്ലേ, നമ്മളിപ്പോൾ ഇങ്ങനെയും മടക്കിയ ഭാഗത്തിൻ്റെ ക്രോസ് ആയിട്ടുള്ള ഭാഗത്തുനിന്ന് കട്ട് ചെയ്യാം. ബേക്കിലെ നെക്ക് തയ്ക്കാൻ വേണ്ടിയിട്ട് ക്രോസ് പീസ് കട്ട് ചെയ്യാം. ഇങ്ങനെ 2 ആക്കി മുറിച്ചതിന് ശേഷം ഓരോരോ പീസുകൾ 1 ഇഞ്ച് വീതിയിൽ അതിന്മേൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ ഒരു പീസ് ഇത്, അതേപോലത്തെ ഒരു പീസ് ഇതിന്മേലും കിട്ടും. ക്രോസ് പീസ് ജോയിൻ ചെയ്തിട്ട് ബേക്കിലെ നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണത്. ഓക്കെ, അപ്പോൾ ബേക്കിലെ നെക്കിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. ഇത് മാറ്റി വെക്കാം. അതിനുശേഷം ആം ഹോൾ കട്ട് ചെയ്യാം. ആം ഹോൾ കട്ട് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ഇതേപോലെ തന്നെ കട്ട് ചെയ്ത് താഴേക്ക് കൊണ്ടുവരാം. കാണുന്നുണ്ടോ എന്ന് പ്രതീക്ഷിക്കുന്നു. കാണുന്നുണ്ടോ?
ഇത് നമുക്ക് കിട്ടിയ ആ പോയിന്റ് ഉണ്ടല്ലോ, നമ്മുടെ നെഞ്ചിന്റെ വണ്ണം മാർക്ക് ചെയ്ത പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റിൽ നിന്ന് പിന്നെ നേരെ എങ്ങോട്ടാണ് വരേണ്ടത്? തയ്യൽ തുമ്പിലേക്കാണ് വരേണ്ടത്. തയ്യൽ തുമ്പിലേക്ക് വന്നിട്ട് നേരെ തയ്യൽ തുമ്പിലേക്ക് താഴെയുള്ള തയ്യൽ തുമ്പിലൂടെ ഫുള്ള് താഴേക്ക് കട്ട് ചെയ്ത് കൊണ്ടുപോകാം. കാണാൻ പറ്റുന്നില്ലേ? അപ്പൊ ഇപ്പൊ നമ്മുടെ ബാക്ക് പീസും ഫ്രണ്ട് പീസും ഒരേപോലെ വലിപ്പത്തിൽ ഒരേപോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച് എന്നുള്ളതാണ്. അത് രണ്ടും രണ്ടാക്കി വെക്കാം. നൈറ്റിയുടെ ബാക്ക് ഭാഗവും ഫ്രണ്ട് ഭാഗവും ഒരേപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ വേണ്ടത് ഫ്രണ്ടിലെ പീസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിക്ക് സിബ് വെക്കുന്നുണ്ടെങ്കിൽ മാത്രം ഏതെങ്കിലും ഒരു പീസിന്റെ ഫ്രണ്ട് ഭാഗം ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. സിബ് വെക്കുന്നില്ലെങ്കിൽ ഓപ്പൺ ചെയ്യാനും പാടില്ല. ഓക്കെ, അത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിന്മേലാണ് കലാപരിപാടി. ഇതിലാണ് കലാപരിപാടി. ശ്രദ്ധിക്കാം, നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്ത പീസാണിത്. ഈ പീസിന്റെ ഈ അറ്റഭാഗത്ത് നമുക്ക് ഇവിടെ കിട്ടിയ അളവുണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മുടെ റൗണ്ടിന്റെ ഇവിടുത്തെ റൗണ്ട് എന്നുള്ള രീതിയിൽ അവിടുന്ന് എത്രയാണോ ഇഞ്ച് വേണ്ടത് അത് മാർക്ക് ചെയ്ത് വെക്കാം. ഞാൻ കൂടുതലും ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇവിടെ കിട്ടിയ ഈ സംഖ്യ ഉണ്ടല്ലോ, ആ സംഖ്യയുടെ അതേപോലെ തന്നെ അങ്ങോട്ട് കട്ട് ചെയ്യണം. തയ്യത്തുമ്പ് ഒഴിക്കുക. കണ്ടോ, ഇതിലിപ്പോൾ ഞാൻ തയ്യത്തുമ്പോട് കൂടിയിട്ടാണ് ഇങ്ങോട്ട് പോന്നിട്ടുള്ളത്. നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇടതൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപകാരം കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ തയ്ക്കുന്ന സമയത്ത് സ്ലീവ് കൂടുതലായി വരും. ഒന്ന് ശ്രദ്ധിക്കാം. നമ്മളിവിടെ കട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ സ്ലീവ് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ നെഞ്ചിന്റെ വണ്ണം ഇവിടം വരെ ഉണ്ടായിരുന്നുള്ളൂ. ഇത് ഈ ഒരു പോയിന്റ് വരെ നെഞ്ചിന്റെ വണ്ണം ഉണ്ടായിരുന്നുള്ളൂ. എക്സ്ട്രാ ഇവിടുന്ന് ഇങ്ങോട്ട് 1 ഇഞ്ച് തയ്യൽത്തുമ്പാണ്. എങ്ങോട്ടാ വന്നിക്കുന്ന തയ്യൽത്തുമ്പ്? നേരെ ഇങ്ങോട്ടാ വന്നിക്കുന്ന തയ്യൽത്തുമ്പ്. അത് നെഞ്ചിന്റെ തയ്യൽത്തുമ്പ്, അതായത് നമ്മുടെ ഈ ക്ലോത്തിന്റെ തയ്യൽത്തുമ്പാണ് അവിടെ വന്നിട്ടുള്ളത്. കണ്ടില്ലേ? മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്? അത് എക്സ്ട്രാ വന്നിട്ടുള്ളതാണ്. ആ പീസ് എക്സ്ട്രാ വന്നിട്ടുള്ളത് താഴേക്കാണ് വരേണ്ടത്, മേലേക്കല്ല. ഓക്കെ, നമ്മളിന്ന് എന്താ ചെയ്യും? ഇത് ഇങ്ങനെ തന്നെ കൊണ്ട് കട്ട് ചെയ്തിട്ട് വീണ്ടും താഴേക്ക് തയ്യൽത്തുമ്പ് എടുക്കും അല്ലേ? ഓൾറെഡി ഇത് ഓൾറെഡി ഈ റൗണ്ട് കൂടുതലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. എങ്ങനെ? നമ്മുടെ കക്ഷത്തിനേക്കാൾ കൂടുതലാണ്, 1 ഇഞ്ചോളം കൂടുതലാണ് കിട്ടിയിട്ടുള്ളത്. 1 ഇഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേക്കിലേക്കും അതേപോലെ 1 ഇഞ്ച് വരുന്നുണ്ട്. അപ്പോൾ 2 ഇഞ്ച് കൂടുതലാണ് ഓൾറെഡി കിട്ടിയിട്ടുള്ളത്. എന്നിട്ട് വീണ്ടും നമ്മൾ താഴേക്ക് തയ്യൽത്തുമ്പ് എടുത്താൽ എന്തായി? മൊത്തം 4 ഇഞ്ചോളം സ്ലീവ് കൂടുതലായിട്ട് കിട്ടും. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മൾ സ്ലീവ് വെക്കുന്ന സമയത്ത് തയ്ച്ച് വന്നു കഴിഞ്ഞാൽ സ്ലീവ് കുറച്ച് കൂടുതലായിട്ട് വരുന്നത്. അപ്പം അത് മാറ്റാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കിട്ടിയ ആം ഹോളിൻ്റെ ലെങ്ത്ത് എത്ര ഉണ്ട് എന്നുള്ളത് ആദ്യം മാർക്ക് ചെയ്യാം. എവിടെ? ഈ പോയിന്റിൽ മാർക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. കാരണം എന്താണ്? ഓൾറെഡി നൈറ്റിക്ക് നമ്മൾ കട്ട് ചെയ്ത് വന്ന ആ പോയിന്റ് തന്നെയാണ് നമ്മുടെ ആം ഹോളിൻ്റെ റൗണ്ട്. അതുകൊണ്ട് അവിടുന്ന് കട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ കുറക്കേണ്ടത് ഇത് ഇവിടുന്ന് ആ ഒരു മാർക്ക് നമ്മൾ കറക്റ്റായിട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറക്കേണ്ട ഭാഗം എവിടെ എന്നറിയോ? നമുക്ക് കിട്ടി, അതായത് ഈ റൗണ്ട് വരാനൊരു സംഖ്യ വേണം ഇവിടുന്ന് ഇങ്ങോട്ടേക്ക്.